ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ഗ്രിൽ ചെയ്താലോ? അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ മക്കൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അവരെന്നെ കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴുകട്ടെ. ഒരു ഫുൾ ചിക്കനാണ് 2 കിലോൻ്റെ. അപ്പോൾ അവരത് നന്നായി കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനെ പീസസ് ആക്കിയ ചിക്കൻ മുങ്ങിക്കിടക്കാവുന്ന തരത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ 4 പച്ചമുളകും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ കഴുകിയ ചിക്കൻ എത്തി. അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കട്ട് ചെയ്തപ്പോൾ 8 കഷ്ണമാണ് കിട്ടിയത്. ആ 8 കഷ്ണത്തിന് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് കുത്തിയിട്ട് ഓട്ടയാക്കാം. അപ്പോഴാണ് നമുക്ക് ആ ഉപ്പും എരിവും പുളിയൊക്കെ അതിൽ കയറുള്ളൂ. ഇത് ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടാൽ അത്രയും നല്ലതാണ്. അപ്പോൾ കറക്റ്റ് ആ ഉപ്പൊക്കെ പിടിക്കും. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, ഒരു സബോള, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. എരിവ് തോന വേണ്ട, അത് കാരണം കാശ്മീരി ചില്ലി. എരിവിടുന്നവരുണ്ട് കേട്ടോ, ഞങ്ങളുടെ എരിവാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും. അരപ്പ് തീർന്നിട്ടില്ല കേട്ടോ, ചെറിയ ജാറായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ ഇതിലൊരു വെളുത്തുള്ളി അരയാതെ കിടക്കുന്നുണ്ട്, അതിനെ നമുക്കൊന്നും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ മല്ലിയില തോനട്ട നല്ല ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് ഇടുക. മറ്റേ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഇതിൽ ഉപ്പിടാം. എന്നിട്ട് അത് നന്നായി അരച്ചിട്ട് ഇപ്പോൾ കണ്ട പച്ച അരപ്പും ചുവന്ന അരപ്പും. അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കണം. ഒരു 2 സ്പൂൺ തൈരും 1 സ്പൂണ് വിനീഗറും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് 2 അരപ്പും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ്റെ പീസ് നമുക്ക് ഓരോന്നും നന്നായിട്ട് വെള്ളം കുടഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം. വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ മസാല ആകെ വെള്ളം പോലെയാവും. അപ്പോൾ ഇതിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ അതിൽ ഒരു 3 പച്ചമുളക് കീറിയിട്ടാണെങ്കിൽ അതും കൂടി നമുക്ക് ഇതിലിടാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും മസാലയാവണം. അപ്പോൾ ഇതിൽ നല്ലോണം മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ലാസ്റ്റിലൊരു പണി ചെയ്യാം. അത് ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള കനലുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ചിരട്ട കത്തിക്കുകയാണ് മക്കൾ. അപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് ഇവിടെ ഏട്ടൻ്റെ 2 മക്കളും അനിയൻ്റെ ഒരു മോനുമുണ്ട്. അവരിന്ന് നമ്മുടെ കൂടെയാണ്. അപ്പം അവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കണത്. അപ്പോൾ ജൂഹി ഇവിടെ കാവലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ ഈ വീടിൻ്റെ ബാക്കിലാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഭയം, പാമ്പിനെയൊക്കെ കാണുന്ന കാലമല്ലേ. അപ്പം ഞങ്ങൾ ജൂഹീനെ വിട്ടതാണ് ഒരു പ്രൊട്ടക്ഷന്. അപ്പം ഞങ്ങൾക്ക് ഗാർഡ് ചെയ്തിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി ഗ്രില്ല് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അതാ ചിക്കൻ പീസസൊക്കെ എടുത്ത് നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കനലിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പം നമ്മൾ കനലുണ്ടാക്കിയതിൻ്റെ ചുറ്റോറും വെറും ബ്രിക്സ് വെച്ചേർക്കുകയാണ്. അപ്പം അതിൻ്റെ മുകളിലാണ് വെക്കണത്. എന്തോ അവിടെ വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ ജൂഹി പോയി നോക്കുകയാണ് കേട്ടോ, എന്താ അവിടെ ശബ്ദം എന്നുള്ളത്. ഞങ്ങളതിനെയും നോക്കുന്നുണ്ട്, അങ്ങോട്ടും നോക്കുന്നുണ്ട്. ചിക്കൻ ഞങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജൂഹിയായിട്ട് ഇവർ നല്ലോണം
എന്തെന്നാ പറയുക, ജുഹീനെ ഇട്ട് വീർപ്പിക്കുന്നുണ്ട്. അവള് എന്താ തേങ്ങയുടെ ആ ഒരു ഇതാണ് കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സംഭവമായോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരെന്നെ വന്ന് വിളിച്ചതാണ്. അപ്പൊ ഒന്ന് വന്ന് നോക്കാണ്, ആയോ എന്നറിയണ്ടേ. അപ്പം നമ്മുടെ ഇതിലെ തീൻ്റെ ചൂടൊക്കെ കുറഞ്ഞിറക്കണം കേട്ടോ, കനലിനൊക്കെ ചൂട് കുറഞ്ഞു. അപ്പം നമ്മൾ വേറൊരു അടുപ്പിൽ കുറച്ച് തീയിട്ടതാണ്. അപ്പം നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഏകദേശമായി ഇറക്കണു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു മസാലയിൽ അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിലിട്ടിട്ട് ഇതാ ഇങ്ങനെ സോസ് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം വല്ലാണ്ട് വൈകിപ്പോയി. അപ്പം അവർ വിശക്കൽ തുടങ്ങിയായിരുന്നു നല്ലോണം. അപ്പം എല്ലാവരും പ്ലേറ്റ് എടുത്തെത്തി. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് മതി പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അടിയും പിടിയൊക്കെ ഉണ്ട്. ഇത് പിന്നെ സ്ഥിരമാണ്. എങ്ങനെയുണ്ടോ കിച്ചോ? എങ്ങനെയുണ്ടോ ഉണ്ണിക്കുട്ടാ? എങ്ങനെയുണ്ട് സോനെ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.